നമുക്ക് ഒരു തൂത്തുക്കുടി സ്റ്റൈലിൽ, തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ആ സ്റ്റൈലിൽ ഒരു ചട്നി അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയാലോ? ഫുൾ വീഡിയോ ഇപ്പൊ കാണും. നമ്മുടെ ചട്നി ഉണ്ടാക്കാൻ നോക്കിയാലോ നമുക്ക്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഒരു കുഞ്ഞ ലൈം സൈസിലുള്ള പുളി വെള്ളത്തിലിട്ട് വയ്ക്കും. പിന്നെ ഉണക്കമുളക്, വെളുത്തുള്ളി, സബോള, ചുവന്നുള്ളി, പിന്നെ തക്കാളി, പിന്നെ നമ്മുടെ ആ പുളി വെള്ളത്തിലിട്ട് വെച്ചത്, പിന്നെ ആ പുളിയുടെ വെള്ളം, പിന്നെ ജാഗറി, അതെല്ലാം ബ്ലെൻഡറിലേക്ക് ആക്കും. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി നല്ല കളറിന് വേണ്ടിയിട്ട്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു ടീസ്പൂൺ ജീരകം. ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിന് ഫൈനായിട്ട് പേസ്റ്റ് അടിച്ചെടുക്കണം. ആ മിക്സിയുടെ ജാർ തുറക്കുമ്പോൾ സൂക്ഷിക്കണം, അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ സ്മെല്ല് വരും ആ മിളകിൻ്റെ. ഒരു പാൻ വയ്ക്കുക, മീഡിയം ഹീറ്റിൽ നല്ലെണ്ണ ഒരു 1/4 കപ്പ് ഒഴിക്കുക. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയുടെ ഇല അത് ഇട്ട് കൊടുക്കാം. അത് കൊടുക്കരുത്, പൊട്ടും. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞാൽ ഒന്ന് മിക്സ് ചെയ്യാം. വെറും 1 മിനിറ്റ് കുക്ക് ചെയ്യും. എന്നിട്ട് ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ചട്നി കൂട്ടാം. ഒരു ചെറിയ ഒരു പച്ചക്കുത്തൊക്കെ ഉണ്ടാവും, പക്ഷെ ഒരു നല്ല ടേസ്റ്റാണത്. അങ്ങനെയും ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 മിനിറ്റ് കൂടി ഇനി കുക്ക് ചെയ്യാം. അപ്പോൾ ഒരു വേറെ ടേസ്റ്റ് കിട്ടും. അതായത് റോ ഫ്ലേവർ ഒന്ന് പോയിട്ടുണ്ടാവും, എന്നാലും ചെറിയ എവിടേക്കോ ഉണ്ടെന്ന് തോന്നി. അതല്ലെങ്കിൽ വീണ്ടും ആ സ്പൈസസ് എല്ലാം കുക്ക് ചെയ്യണ വരെ അങ്ങോട്ട് കുക്കാവട്ടെ, അതിൻ്റെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും. അന്നത്തെ വേണമെങ്കിലും ട്രൈ ചെയ്യാം. അപ്പോൾ ഒരു നല്ലൊരു ബോൾഡ് ഫ്ലേവറുള്ള ചട്നി കിട്ടും. അപ്പം നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അതുപോലെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ. അതാണ് ഈ ചട്നിയുടെ പ്രത്യേകത. 3 സ്റ്റേജുകളിലായിട്ട് എടുത്ത് 3 ടേസ്റ്റുകളിലായിട്ട് ഈ ചട്നി വേണമെങ്കിൽ നിങ്ങൾക്ക് ആസ്വദിക്കാം. ആ ചട്നി റെഡി ആയിട്ട് കേട്ടോ. ദോശകളുടെയൊക്കെ അട്ടിപ്പൻ ഇഡ്ഡലി ദോശ അട്ടിപ്പനായിരിക്കും. കാരണം ആവശ്യത്തിന് പുളി, അത്യാവശ്യം നല്ല എരിവ് കിട്ടുകൊണ്ട് വരും. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്തേക്കണേ, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ആസ്വദിച്ച് നിന്നേക്കണേ. ബൈ.